നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുഴാതി കുണ്ടഞ്ചാൽ കോളനി നിവാസികളായ 5 കുടുംബങ്ങൾ ദുരിതത്തിൽ. തലചായ്ക്കാൻ ഇടമില്ലാതെ 2 വർഷത്തിനിടെ വാടക നൽകി ബാധ്യത ഏറിയെന്ന് കോളനി നിവാസികൾ. ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതികൾ RSS റിക്രൂട്ട്മെന്റെന്നും ഗോവിന്ദൻ മാഷ്. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കുക, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ചു. യൂണിവേഴ്സിറ്റികളെ RSSന്റെ ഏജന്റുകളെ കയറ്റും സർക്കാർ ചാൻസലറെ നിങ്ങൾക്കെതിരെ ഉയരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഉച്ചയോടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. മതിൽ കടക്കാൻ ശ്രമിച്ച ചിലരെ പോലീസ് തടഞ്ഞുവെച്ചു. തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് കടക്കാൻ തുനിഞ്ഞതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു. മുദ്രാവാക്യം വിളിയുമായി നിലയുറപ്പിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിനോടനുബന്ധിച്ചായിരുന്നു ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSS കാവ്യവത്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. PS സഞ്ജീവ്, വിഷ്ണുപ്രസാദ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. സൃഷ്ടിപഥം മലയാള സാഹിത്യ കൂട്ടായ്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 10 ഞായറാഴ്ച ലിപിലയം എന്ന പേരിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രശസ്ത സംഗീതജ്ഞൻ പത്മശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മലയാള സാഹിത്യ കൂട്ടായ്മയുടെ പ്രഥമ കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 10 ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറാണ്. അധ്യക്ഷത വഹിക്കുന്നത് മേയർ ടി.ഒ. മോഹൻ സാർ. അതുപോലെ മുഖ്യപ്രഭാഷകനായി ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ. ആശംസാ പ്രസംഗം ആരംഭിക്കുന്നത് നമ്മുടെ കടന്നപ്പള്ളി രാമേന്ദ്രൻ MLA-യും അതുപോലെ ബഹുമാനപ്പെട്ട KV സുമേഷ് MLA-യുമാണ്. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി നാദം മുരളി, കണ്ണൂർ ശ്രീലത, ശശികല ആർട്ടിസ്റ്റ്, അതുപോലെ ഫിദ ഫാത്തിമ, അത് നമ്മുടെ കൈരളി TV നടത്തിയ പട്ടുറുമാലിൽ ഫെയിമിൽ 1ാം സ്ഥാനം നേടിയ ഫിദ ഫാത്തിമ, അങ്ങനെയുള്ളവരും നമ്മുടെ സൃഷ്ടിപഥം മെമ്പേഴ്സായ 350ഓളം ആളുകളും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മേയർ ടി.ഒ. മോഹനൻ അധ്യക്ഷത വഹിക്കും. സാഹിത്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. ചടങ്ങിൽ 11 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും സംസ്ഥാനത്തിലെ വിവിധ സ്കൂളുകൾ, കോളേജ് തലത്തിലെ കുട്ടികൾ കലാപരമായും സാഹിത്യപരമായും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത സാഹിത്യ പ്രസ്ഥാനമാണ് സൃഷ്ടിപഥം. വാർത്താസമ്മേളനത്തിൽ സന്തോഷ് കണ്ണൂർ, പീതാംബരൻ കണ്ണോം, ഷീല നമ്പ്രം, ഉമ്മു സെറീന, പ്രേമലത തുടങ്ങിയവർ പങ്കെടുത്തു. 2024 ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പാക്കുന്ന സ്മാർട്ട് വെബ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നതിനായി കണ്ണൂർ കോർപ്പറേഷനിൽ പരിശീലന ക്ലാസ് നടത്തി. പരിശീലന പരിപാടി മേയർ ടി.ഒ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ കേരള മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറും മുൻ നഗരകാര്യ ജോയിന്റ് ഡയറക്ടറുമായ P. രാധാകൃഷ്ണൻ സ്മാർട്ട് വെബ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. അപ്പോൾ അതും സ്മാർട്ടിൻ്റെ കൂടെ വരും. അപേക്ഷകളുടെ ഫോമിൽ കൊടുക്കണമെന്ന് പറയുന്നില്ല, ഡിജിറ്റലായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തും ഡിജിറ്റലായിട്ട് മാറുമ്പോൾ ചില നിയമങ്ങളിൽ മാറ്റം വരണം. പ്രോപ്പർട്ടി ടാക്സിൻ്റെ കാര്യത്തിലും ബിൽഡിംഗ് റൂൾസിൻ്റെ കാര്യത്തിലും മാറ്റം വരണം. അത് നമ്മൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണുള്ളത്. ഈ റെസിപ്റ്റ് ഇല്ലാതെ ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും മുനിസിപ്പാലിറ്റി അടച്ചിട്ടുണ്ടെങ്കിൽ, കോർപ്പറേഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക അദ്ദേഹം കണക്കിൽ വരും. അതുപോലെ ഒരു ബൾക്ക്
ഒരു ഡെഫിനറ്റ്ലി ഈ ഹാൻഡിൽ വിഷനായിട്ട് ഫ്രോഡ് പോയിട്ട് ഒരു 10,000 രൂപ കളക്ട് ചെയ്യുന്ന വെച്ചാൽ 10,000 രൂപ അയാൾ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അയാളെ കണക്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ കാണും. ആദ്യഘട്ടത്തിൽ ലൈസൻസ്, ബിൽഡിംഗ് പെർമിറ്റ്, വസ്തുനികുതി, ധനകാര്യ മാനേജ്മെന്റ്, ഡിജിറ്റൽ ഫയൽ മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്, പരാതി പരിഹാര മാനേജ്മെന്റ്, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ എന്നീ ആപ്ലിക്കേഷനുകളാണ് ജനുവരി 1 മുതൽ വിന്യസിക്കുന്നത്. ഇതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷനും തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾക്കായുള്ള അപേക്ഷകർ ഓൺലൈൻ മുഖാന്തരം മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ. K-സ്മാർട്ട് നടപ്പിലാക്കുന്നതോടെ കെട്ടിട നിർമ്മാണ അനുമതിക്കായി നിലവിൽ ഉപയോഗിക്കുന്ന IBPMS അടക്കമുള്ള എല്ലാ വെബ് ആപ്ലിക്കേഷനുകളും ഒഴിവാകുന്നതാണ്. K-സ്മാർട്ട് വരുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുവാൻ സാധിക്കുമെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജേഷ്, P. ഇന്ദിര, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളയാവൂർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്വന്ത് എന്നിവർ സംസാരിച്ചു. വകുപ്പ് തലവന്മാരും ജീവനക്കാരും പങ്കെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. പോത്തുകുണ്ട് ഭാഗത്തെ റെയ്ഡിനിടയിൽ തൊട്ടുചാലിന് സമീപത്ത് നിന്ന് 105 ലിറ്റർ വാഷ് കണ്ടെത്തി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരാൻ സാധ്യത. നടുവിൽ പോത്തുകുണ്ട്, തറ്റ്യാട്, വിളക്കന്നൂർ, ആലക്കോട് പ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് പോത്തുകുണ്ട് തോട്ടുചാലിന് സമീപത്തെ പുറമ്പോക്ക് സ്ഥലത്ത് നിന്നും ഉടമസ്ഥനില്ലാത്ത നിലയിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ 105 ലിറ്റർ വാഷ് കണ്ടെടുത്തത്. ഇതിൽ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് അറിയിച്ചു. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് K, എക്സൈസ് ഡ്രൈവർ അജിത് PV എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുഴാതി കുണ്ടൻചാൽ കോളനി നിവാസികളായ 5 കുടുംബങ്ങൾ ദുരിതത്തിൽ. തലചായ്ക്കാൻ ഇടമില്ലാതെ 2 വർഷത്തിനിടെ വാടക നൽകി ബാധ്യത ഏറിയെന്ന് കോളനി നിവാസികൾ. ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതികൾ RSS റിക്രൂട്ട്മെന്റെന്നും ഗോവിന്ദൻ മാഷ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering. ജുഡീഷ്യറിയെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതികളിൽ RSS റിക്രൂട്ട്മെന്റ് എന്ന വിമർശനം. സംഘപരിവാർ കോമരമായി പ്രവർത്തിക്കുന്നവരെ ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും എടുക്കുന്നു. ജുഡീഷ്യറിയുടെ മഹിമ അധികകാലം നിലനിൽക്കില്ലെന്നതിൽ സംശയം വേണ്ട. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തീരുമാനിക്കുന്നത് ഹിന്ദുത്വത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. കേരളത്തിലാണിപ്പോൾ സഹകരണ മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. ഇവിടെ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രക്രിയയിലും ഇടപെടുന്ന സാമ്പത്തിക സ്ഥാപനമായി സഹകരണ പ്രസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ ഒന്നുമല്ല, ആയിരക്കണക്കിന്. ആ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളം കണ്ണിവെച്ചിരിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ, കതിരൂരിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്കാണെന്നാണ് അവിടെ കണക്ക് കൂട്ടേണ്ടത്. അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്നാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ പിടിക്കാൻ എന്താ വഴി? ആദ്യം നോട്ട് നിരോധനം വന്നു. അന്ന് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു, ഈ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി ഒരു സഹകരണ പ്രസ്ഥാനവും ഒരു തരത്തിലുള്ള തകർച്ച അഭിമുഖീകരിക്കില്ല, ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. അന്നാ നിന്നുപോയത് അല്ലെ? അന്ന് കൂടി ഇപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോൾ സുപ്രീം കോടതി പോയി. കൂട്ടായിട്ടും പോയിട്ട് ഒറ്റക്കും പോയി. അങ്ങനെ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു 3 ലിസ്റ്റ് ഉണ്ട്: സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് സഹകരണം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് സമ്മേളനവും ക്ഷേമ പദ്ധതി ആനുകൂല്യ വിതരണവും ചാലോട് മന്ദാരിൻ സ്കൈ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബം നയിച്ച കുടുംബനാഥൻ വേർപിരിയുമ്പം ആ കുടുംബം അനാഥമാകുന്ന സാഹചര്യം, പ്രായമായവരെ പരിചരിക്കാൻ അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ കഴിയാത്ത വലിയൊരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മരണം പലപ്പോഴും തേടിയെത്തുന്നത് ഗുരുതരമായ അസുഖത്തെ തുടർന്ന് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ കടമായി മേടിച്ച് ചികിത്സിച്ച് മരണപ്പെട്ടു പോകുമ്പോൾ പിറ്റേ ദിവസം മുതൽ കട തുറക്കാൻ കഴിയാതെ, അരി മേടിക്കാൻ നിവൃത്തിയില്ലാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന നിരവധിയായ കുടുംബങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ ഒരു ഘട്ടത്തിലാണ് റീത്ത് കൊണ്ടുപോയി അനുശോചന സന്ദേശം നടത്തി ചായയും കുടിച്ച് പിരിയുന്നതിന് പകരം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ധൈര്യമായി മുന്നോട്ടേക്ക് പോകൂ, നിങ്ങളുടെ കൂടെ ഒരു സമൂഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആന ചവിട്ടിക്കൊന്നാൽ ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന 10 ലക്ഷം രൂപ, നമ്മളിൽ പലരും ഒന്നിച്ചു കാണാത്ത 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് ലഭിക്കുക വഴി കടം തീർത്തുകൊണ്ട് സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന സാഹചര്യം. വ്യാപാര ഭവന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് പതാക ഉയർത്തി. ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PK സനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി K രാഘവൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ബാബു പോപ്പുലർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിർ ക്ഷേമ പദ്ധതി ആനുകൂല്യ വിതരണവും ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാമചന്ദ്രൻ അംഗത്വ വിതരണവും നടത്തി. ചടങ്ങിൽ വെച്ച് വ്യാപാര അനുബന്ധ സംഘടനകളിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹിത്വം വഹിക്കുന്ന നേതാക്കന്മാരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി A സുധാകരൻ, മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി, വിജയകുമാർ, റിയാസ് KT, സന്ധ്യ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി PK സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് M ഷംസുദ്ദീൻ, KTP തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് സംതൃപ്തി നൽകുന്ന ഭരണമല്ല കേരളത്തിൽ നിലവിലുള്ളതെന്ന് മേയർ TO മോഹനൻ. കബാനെ ബാംബു ഹാളിൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 38ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശമ്പളത്തെക്കാൾ ഏറ്റവും പ്രധാനം. ഇവിടെ കേരളത്തിൽ ഒരു സർക്കാർ ജീവനക്കാരനോ അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഒന്നുമില്ല, സംതൃപ്തിയുള്ള കേരളമാണെന്ന് പറയാൻ കഴിയും. ഇതിപ്പോഴും നവകേരള സദസ്സൊക്കെ നടത്തുകയാണ്. നരകതുല്യമായ ഒരു സംസ്ഥാനത്ത് നവകേരള സദസ്സെന്ന് പേരിട്ടതുകൊണ്ട് എന്ത് കാര്യമാണ്? നമ്മളൊരു കുപ്പിക്കകത്ത് വിഷം വെച്ചിട്ട് അതിന്റെ പുറത്ത് നല്ല മധുരം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നടക്കും. നമ്മളിപ്പോ കേരളത്തിന്റെ അവസ്ഥ അതാണ്.
സാധാരണഗതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകും, ഭരണപരമായ പ്രയാസങ്ങളും ഉണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരി ആത്മവിശ്വാസത്തോടെ എല്ലാവരെയും മുന്നിൽ നിർത്തി എല്ലാവർക്കും പ്രതീക്ഷ നൽകി എല്ലാവരുടെ വിഷയങ്ങളും കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി മുന്നിലുണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ പിന്നിൽ സഞ്ചരിച്ച് അദ്ദേഹത്തിന് ആത്മവിശ്വാസവും കരുത്തും പകരാൻ ജീവനക്കാരുണ്ടാകും. ഇന്നിപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സംസ്ഥാനത്തെ നരക കേരളമാക്കി മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട പങ്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല. ജില്ലാ പ്രസിഡന്റ് ടി ഷിജിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ ബി ഗോപകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ബീന പൂവത്തിൽ, സി ബ്രിജേഷ്, സംസ്ഥാന സെക്രട്ടറി വി ബെന്നി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി കെ പി ഗിരീഷ് കുമാർ, ജില്ലാ ട്രഷറർ ഷിജിൽ മാണിയത്ത് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം വി മുഹമ്മദ് അനീസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ചർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം ഷൈനും ഉദ്ഘാടനം ചെയ്തു. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ ചിറക്കൽ പുഴാതി കുണ്ടൻചാൽ കോളനിയിൽ നിന്നും അധികൃതർ കുടിയിറക്കിയ 5 കുടുംബങ്ങൾ ദുരിതത്തിൽ. തലചായ്ക്കാൻ ഒരിടത്തിനു വേണ്ടി നെട്ടോട്ടമോടുകയാണെന്ന് കോളനിവാസികൾ പറയുന്നു. അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ ചിറക്കൽ പഞ്ചായത്തിന് മുന്നിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്നും ഇവർ അറിയിച്ചു. പിന്നെ നമ്മൾ 5 കുടുംബങ്ങളാണ് ഇപ്പം വാടകയ്ക്ക് നിൽക്കുന്നത്. നമുക്ക് വാടക കൊടുക്കാം 8000 രൂപ. 5 കുടുംബങ്ങളെ നിർബന്ധപൂർവ്വം മാറ്റിപ്പിച്ച, അതായത് ഈ മണ്ണിടിച്ചൽ വളരെ ഇതായതുകൊണ്ട് അവരെ വീടുകളൊക്കെ ചുമരുകളൊക്കെ വിണ്ടു കീറി മുഴുവൻ ഒരു വിധത്തിലും താമസയോഗ്യമല്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ സ്വന്തം വീട്, അതായത് പട്ടയഭൂമിയാണ്, പട്ടയം ലഭിച്ച ഭൂമിയിലുള്ള വളരെ ചെറിയ വീടുകളാണ്. ഇതിൻ്റെ അവസ്ഥ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല അന്ന് NIT സംഘത്തിനോട് ഇതിൻ്റെ സ്ഥല പരിശോധന നടത്താനും ആവശ്യപ്പെട്ടിരുന്നു. അവരുടെ ശാസ്ത്രീയ പഠന റിപ്പോർട്ടാണ് ഈ സ്ഥലത്ത് താമസയോഗ്യമല്ല എന്നുള്ളത്. അവരുടെ ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംവിധാനം ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ റവന്യൂ മന്ത്രിയുടെ അടുത്തും പരാതി കൊടുത്തു. അദ്ദേഹം സുമേഷ് MLA, നമ്മുടെ MLA സുമേഷാണ്, സുമേഷ് MLAയുടെ അടുത്തും ഈ പരാതി പറഞ്ഞതാണ്. അദ്ദേഹം നിയമസഭയിൽ സബ്മിഷനായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് പുനരധിവാസം സാധ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി സുമേഷ് MLAയോട് നിയമസഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എങ്കിലും അതിനുശേഷമുള്ള യാതൊരു നടപടിയും, വളരെ സാധാരണക്കാരായ ഇവർക്ക് മറ്റ് സ്ഥലത്തുള്ള ആളുകളെ കാണുന്നത് പോലെ ഇവരെ കണ്ട്, പ്രത്യേകിച്ച് കോളനി നിവാസികളായതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ ഇനി മുന്നോട്ടുള്ള മാർഗം വളരെ ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതായി വരുന്നത്. മണ്ണിടിച്ചൽ ഭീഷണി കാരണമാണ് അധികൃതർ ഈ കുടുംബങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത്. 2 വർഷത്തിനിടെ 3 മാസത്തേക്ക് മാത്രമാണ് വാടക ചിറക്കൽ പഞ്ചായത്ത് നൽകിയത്. ഇപ്പോൾ 6500 മുതൽ 8000 രൂപ വരെ മാസ വാടക നൽകിയാണ് കുടുംബം കഴിയുന്നത്. അധികൃതർ നിസ്സംഗത തുടരുകയാണെങ്കിൽ ചിറക്കൽ പഞ്ചായത്തിന് മുന്നിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 35 കുടുംബങ്ങളാണ് മണ്ണിടിച്ചൽ കാരണം ദുരിതം അനുഭവിക്കുന്നത്. ഇതിൽ 8 കുടുംബങ്ങളോടാണ് വീട് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം 5 കുടുംബമാണ് വാടക വീട്ടിലേക്ക് താമസം മാറിയത്. വാർത്താ സമ്മേളനത്തിൽ EM ബിന്ദു, K ജയശ്രീ, A സരസ, P ശിഷേജ്, TK ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പുഴാതി ശ്രീ സോമേശ്വരി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 39ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സപ്താഹ സത്രം ഇന്ന് 4ാം ദിവസം. ദ്വാരകാപുരിയിലെ സത്രവേദിയിലേക്ക് ദിവസേന നിരവധി ഭക്തജനങ്ങളാണ് പ്രഭാഷണ പരമ്പരയ്ക്ക് ശ്രോതാക്കളായി എത്തിച്ചേരുന്നത്. 14ാം തീയതിയാണ് ഭാഗവത സപ്താഹ സത്രം സമാപിക്കുക. മഹാദേവന്റെ ഭൂതഗണങ്ങൾ മാത്രമാണോ? അല്ല, മഹാദേവൻ അടക്കം സഞ്ചരിക്കണു എന്ന് പറയുന്നു. ഇവിടെ ഭാഗവത ഇത് പറയാറുള്ളൂ എന്നാണ്. മറ്റതൊക്കെ ഈ ഭൂതഘടകങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ മഹാദേവൻ പോലും സഞ്ചരിക്കുന്ന ഈ ഒരു സമയത്ത് എന്നതറിയുന്ന കശ്യപ പ്രജാപതി അതിനെ ഗൗനിച്ചില്ല എന്നാണ്. വീണ്ടും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഭർത്യര്യാപ്തോരുമാനാനാം ലോകാനാവിശദേയശ. ശരിക്കും ഒരു ദാമ്പത്യ ജീവിതത്തെ ഭാഗവതം കാട്ടിത്തരുന്നു. നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു ദാമ്പത്യ ജീവിതമായിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് നേരം കാലമൊക്കെ മാറാൻ തുടങ്ങി. ദിദീദേവി പറഞ്ഞു ഭർത്തര്യാപ്തോരുമാനാനാം
ലോകാനാവിശതേഷ പതിർഭവദ്ഭിതോയാസാം പ്രജയാനുജായത്തെ. അങ്ങ് എന്താ ഈ വിചാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എപ്പോ അങ്ങയോട് ഇത് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങേക്ക് ഇതുപോലെയാണ്, എന്നോടൊരു ഒഴിപാടാണ് അത്ര. ഇതെന്താ ഇങ്ങനെ? ഭർത്താക്കന്മാരിൽ നിന്നും ഭർത്താക്കന്മാരെ സേവിച്ച് ഉണ്ടാവുന്ന ആ പുത്രനെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലേ ഭാര്യമാരുടെ ഭാഗ്യം? ഇത് തന്നെയല്ലേ ലോക നിയമം? ആത്മാവൈ പുത്ര ഉത്മന്ന എന്ന് ഭാഗവതൻ തന്നെ വേറെ എടുത്ത് പറയേണ്ടതാണ്. അങ്ങ് തന്നെയല്ലേ ഹേ കശ്യപ പ്രജാപതി, എന്റെ ഭർത്താവായിരിക്കുന്ന അങ്ങ് തന്നെയല്ലേ പുത്രരൂപേണ എന്നിലൂടെ വരേണ്ടത്. അതുകൊണ്ടല്ലേ ഞാൻ ജായ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നടന്നു പോകും. എങ്ങനെയാണ് ഭാഗവതം അവതരിപ്പിക്കുക? ജായ എന്നൊരു പര്യായ സ്ത്രീക്കുണ്ട് അത്രേ. അതെങ്ങനെ അറിയപ്പെടുന്നത് കൊണ്ട്? ഭർത്താവിനെ സ്മരിച്ച് ഭർത്താവിനോടുള്ള അതിപ്രേമം കൊണ്ട് ഭർത്താവിനെ തന്നെ നിരന്തരം മനസ്സിൽ സ്വാധീനിച്ച് ഭർത്താവിന്റെ സ്വരൂപത്തെ ചിന്തിച്ച് അതിനെ തന്നെ ഈശ്വരനായി കണ്ടുകൊണ്ട് ആ ഒരു പവിത്രമായ ദാമ്പത്യത്തിലുണ്ടാവുന്ന കുട്ടികളാണ് ആത്മാവൈ പുത്ര ഉത്പന്ന. വൃക്കരോഗം ബാധിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കൂടാളി ഗ്രാമപഞ്ചായത്തിലെ ചാലോട് ഗോവിന്ദം വയലിന് സമീപത്തെ KV ദിലീപാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നത്. 30 ലക്ഷത്തോളം രൂപയാണ് വൃക്ക മാറ്റിവെക്കുന്നതിന് കണ്ടെത്തേണ്ടത്. കൂടാളി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ ചാലോട് ഗോവിന്ദം വയലിന് സമീപം കുഞ്ഞിപ്പുരിയിൽ KV ദിലീപാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നത്. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചികിത്സയുടെ സഹായ അഭ്യർത്ഥനയുമായി ആണ് വന്നിട്ടുള്ളത്. കൂടാളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ കുഞ്ഞിപ്പുര വീട്ടിൽ K ദിലീപൻ എന്നവർ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ ചികിത്സക്ക് അവരുടെ കുടുംബം വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ദിലീപൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അസുഖം ബാധിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുകയും ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പോയപ്പോൾ വൃക്ക മാറ്റിവെക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ രക്ഷാധികാരികളായിട്ട് ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതോടൊപ്പം നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരു ചികിത്സാ കമ്മിറ്റി ഇതിനോടകം രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവ് വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ദുബായ് റാസൽ ഖൈമയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ദിലീപൻ ഒരു വർഷത്തോളമായി നാട്ടിൽ ചികിത്സയിലാണ്. ഇതിനോടകം തന്നെ ചികിത്സയ്ക്കായി വലിയ തുകയും ചിലവായി. കോഴിക്കോട് മൈത്രേയ് ഹോസ്പിറ്റലിലാണ് ചികിത്സ നടത്തുന്നത്. വൃക്ക മാറ്റിവെക്കുന്നതിന് 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കുടുംബത്തിന് സാധിക്കാതെ വന്നതിനാൽ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ, മെമ്പർമാരായ V രജനി, P ഗീത എന്നിവർ രക്ഷാധികാരികളായും മനോജ് കക്കത്ത് ചെയർമാനായും KM വിജയൻ മാസ്റ്റർ കൺവീനറായും KC ബൈജു ട്രഷററായും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ചാലോട് സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ദിലീപൻ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നവുമായാണ് വിദേശത്ത് പോയത്. എന്നാൽ അതിനിടയിലാണ് രോഗബാധിതനായതും വീടെന്ന സ്വപ്നം പാതി വഴിയിലായതും. അമ്മയും ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. കുടുംബത്തിന്റെ അത്താണിയായ ദിലീപനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സുമനസ്സുകളുടെ കനിവ് തേടുകയാണ് കുടുംബങ്ങളും നാട്ടുകാരും. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 47,960 രൂപ, വെള്ളി 81 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡും മതിലും മറികടന്ന് പോസ്റ്റ് ഓഫീസ് വളപ്പിൽ പ്രവേശിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പുഴാതി കുണ്ടൻചാൽ കോളനി നിവാസികളായ 5 കുടുംബങ്ങൾ ദുരിതത്തിൽ. തലചായ്ക്കാൻ ഇടമില്ലാതെ 2 വർഷത്തിനിടെ വാടക നൽകി ബാധ്യത ഏറിയെന്ന് കോളനി നിവാസികൾ. ജുഡീഷ്യറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോടതികൾ RSS റിക്രൂട്ട്മെന്റ് എന്നും ഗോവിന്ദൻ മാഷ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.